Guru Puja is our culture. And in that culture, if we try to forget our culture, we will forget ourselves. We will be nowhere in this world. These people should understand this. സനാതന ധർമ്മം എങ്ങനെയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ പ്രയോഗമാണ് RSSകാരും സംഘപരിവാർ വിഭാഗവും പുതിയ തലമുറയെ കൊണ്ട് അടിമത്ത മനോഭാവം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ ബോധപൂർവമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. RSS ഏതോ ഒരു പ്രാകൃത യുഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ രാജ്യത്ത് ഉടനീളം നടത്തുന്നത് കേരളം അതിനോട് എല്ലാ കാലത്തും പ്രതിരോധിച്ചു. പക്ഷേ കേരളത്തിലും ഇപ്പോൾ കടന്നുകൂടുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം തീർച്ചയായും കേരളീയ പൊതുസമൂഹം പ്രതിരോധിക്കുക തന്നെ ചെയ്യും. കാസർകോട്ടും കണ്ണൂരിലും ആലപ്പുഴയിലും സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള വിവിധ വിദ്യാലയങ്ങളിൽ കഴിഞ്ഞ ദിവസം നടന്ന അധ്യാപകരുടെ പാദപൂജയിൽ വിവാദം കൊഴുക്കുകയാണ്. അധ്യാപകരുടെ പാദം കഴുകി പൂവിട്ട് തൊഴുത കുട്ടികളെയാണ് ഗുരുപൂർണിമ ദിനത്തിൽ കണ്ടത്. വിദ്യാർത്ഥികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതും അപരിഷ്കൃതവും ആണ് നടപടി എന്നാണ് വിമർശിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. പുരോഗമന ചിന്തയും ശാസ്ത്രാവബോധവും വളർത്തേണ്ട കുട്ടികളെ കൊണ്ട് കാൽ കഴുകിക്കുന്നതിലൂടെ ബന്ധപ്പെട്ടവർ നൽകുന്ന സന്ദേശം എന്താണ്? പുരോഗമന സമൂഹത്തിന് ചേർന്നതാണോ പാദപൂജ? വിദ്യാർത്ഥികളെ പാദസേവകരാക്കി മാറ്റുകയാണ്. ന്യൂസ് ഈവനിംഗ് ആരംഭിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. നമുക്കൊപ്പം അതിഥികളായുള്ളത് SFI കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ ബിപിൻ രാജ് പായം, KSU സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അലോഷ്യസ് സേവ്യർ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ RV ബാബു, ഒപ്പം തന്നെ അധ്യാപകൻ ഡോക്ടർ TS ശ്യാംകുമാർ എന്നിവരാണ്. ആദ്യം ഞാൻ പോകുന്നത് ശ്രീ RV ബാബുവിലേക്കാണ്. ശ്രീ RV ബാബു, ഇപ്പോൾ അധ്യാപകരെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും ഒക്കെ പല ചടങ്ങുകളിലായി പലപ്പോഴും നമുക്ക് ചെയ്യാറുള്ളതാണ്, നമുക്ക് കണ്ടിട്ടുള്ളതാണ്, നമ്മൾ അതിനൊക്കെ സാക്ഷ്യം വഹിക്കുന്ന ആളുകളുമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ കാൽ കഴുകി പൂവിട്ട് പൂജിക്കുന്ന തരത്തിലേക്ക് വിദ്യാലയങ്ങളിൽ അധ്യാപക പൂജ അല്ലെങ്കിൽ ഗുരുപൂജ നടത്തേണ്ടുന്ന, പാദപൂജ നടത്തേണ്ടുന്ന ഒരു സാഹചര്യം, അതെന്താണ്? നമ്മുടെ ഗുരുപൂർണിമ ദിവസം കേരളത്തിൽ മാത്രമല്ല മുഴുവൻ ഭാരതത്തിലും വ്യാപകമായി നടന്നു വരുന്ന ഒരു ചടങ്ങാണ് ഗുരുപൂജ ആഘോഷം എന്നുള്ളത്, ഗുരുപൂജ നടത്തുക എന്നുള്ളത്. അത് ആശ്രമങ്ങളിൽ, മഠങ്ങളിൽ, സന്യാസി ആശ്രമങ്ങളിൽ, സന്യാസി മഠങ്ങളിൽ, അതേപോലുള്ള ഗുരുപരമ്പരകളിൽ, അതേപോലെ ആ ഭാരതീയ സംസ്കാരത്തെ അഭിമാനിക്കുന്ന സ്ഥാപനങ്ങളിൽ, വിദ്യാലയങ്ങളിലൊക്കെ ഭാരതം മുഴുവൻ, ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ വിദ്യാനികേതൻ സ്കൂളിൽ നടന്ന പരിപാടിയെക്കുറിച്ചിട്ടാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഈ ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമൊന്നുമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും വിദ്യാനികേതൻ സ്കൂളുകളിൽ ഈ ചടങ്ങ് നടന്നിട്ടുണ്ട്. വ്യത്യസ്ത രീതികളിലായിരിക്കും നടന്നിട്ടുണ്ടാവുക. ചിലയിടത്ത് പാദപൂജ എന്നുള്ള നിലയ്ക്ക് നടത്തിയിട്ടുണ്ടാവും, ചിലയിടത്ത് പൂക്കളർപ്പിച്ചുകൊണ്ട് ഗുരുക്കന്മാരെ ആദരിക്കുന്ന ചടങ്ങ് നടത്തിയിട്ടുണ്ടാവും. പല രീതിയിൽ അത്തരത്തിലുള്ള ചടങ്ങുകൾ നടത്തിയിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഗുരുവിനെ മാതാപിതാ ഗുരു ദൈവം എന്ന സങ്കല്പത്തിൽ ആണ് നമ്മുടെ പഴയകാലം മുതൽ നമ്മുടെ ഇതിഹാസങ്ങളിലൂടെ, പുരാണങ്ങളിലൂടെയൊക്കെ പകർന്നു കിട്ടിയ സംസ്കാരം, ഭാരതത്തിലെ ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്ത സംസ്കാരം എന്ന് വെച്ചാൽ ഗുരു സങ്കല്പത്തെ ആ നിലയ്ക്ക് സാക്ഷാൽ ഈശ്വരന് തുല്യൻ, അതല്ലെങ്കിൽ ഈശ്വരനേക്കാൾ മേലെ പ്രതിഷ്ഠിക്കുന്ന ഒരു പാരമ്പര്യം, ഒരു സംസ്കാരം ഭാരതത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വന്തം അച്ഛനെയും അമ്മയെയും പൂജിക്കുന്ന പോലെ, ആദരിക്കുന്ന പോലെ, നമിക്കുന്ന പോലെ ഗുരുവിനെയും ആദരിക്കണം എന്ന ഒരു കാഴ്ചപ്പാട് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്. ഞാൻ ഇടപെടുകയാണ് ശ്രീ RV ബാബു, ഗുരുപൂർണിമ ദിവസം ഞാനൊന്ന് ഇടപെടുകയാണ്. അതായത് ഇപ്പോൾ ആദരിക്കുക എന്ന് പറയുന്നത് വ്യത്യസ്തമല്ലേ? ഇവിടെ പൂജയാണ് നടക്കുന്നത്, അതും പാദപൂജ. നമ്മൾ ആദരിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? ബഹുമാനിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? ഇപ്പോൾ ഷോൾ അണിയിച്ചൊക്കെ ആദരിക്കുന്ന ചടങ്ങുകളൊക്കെ നമ്മൾ എത്രയോ കാണുന്നതാണ്. ഇവിടെ കുട്ടികളെ കൊണ്ട് പാദപൂജ നടത്തിക്കുകയാണ്. ഈ പാദം കഴുകുന്നു, അതിനുശേഷം പൂവിടുന്നു, തൊഴുന്നു. അപ്പോൾ അതെങ്ങനെയാണ് അതിനെ ന്യായീകരിക്കാൻ കഴിയുന്നത്? അതും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കാലഘട്ടത്തിലൊന്നും ഒരു പ്രത്യേകതയൊന്നുമില്ലെന്ന്. കുട്ടികളിൽ സ്വന്തം ഗുരുക്കന്മാരോട് ആദരവും ബഹുമാനവും ഒക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമാണ്. കാരണം അവർക്ക് കുഴിമാടം തീർക്കുകയും അവരെ പ്രിൻസിപ്പാളിനെയൊക്കെ നായിൻ്റെ മോനെ എന്ന് വിളിപ്പിക്കുകയും കുട്ടികളെ കൊണ്ട് വിളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളിൽ സ്വന്തം ഗുരുക്കന്മാരെ പൂജിക്കാനും ആദരിക്കാനും ഉള്ളൊരു സംസ്കാരം വളർത്തിയെടുക്കുക. ഇപ്പോൾ കാലിൽ തൊട്ട് വന്ദിക്കുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ പഴയകാലം മുതലുള്ളൊരു സംസ്കാരമാണ്. എത്രയോ കാലമായിട്ട് ഇപ്പോൾ പിണറായി വിജയൻ്റെ കാല് തൊട്ട് വന്നിരിക്കുന്ന എത്രയോ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണണം. അച്യുതാനന്ദൻ്റെ കാല് തൊട്ട് വന്നിരിക്കുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് അത്തരം ചിത്രങ്ങൾ. കാരണം അത് ആരും തെറ്റല്ല, അതൊന്നും തെറ്റല്ല. കാരണം മുതിർന്നവരെ കാണുമ്പോൾ അതൊക്കെ വ്യക്തിപരമായി ഓരോരുത്തർ ചെയ്യുന്നതല്ലേ ശ്രീ RV ബാബു?
ഇതിപ്പോൾ ഒരു വിദ്യാലയത്തിൽ അത് ഇത് നടക്കുകയാണ്, ആ കുട്ടി- നമ്മുടെ ഒന്നിലേറെ കുട്ടികളിലേക്ക് ആ വിദ്യാലയങ്ങളിൽ സംസ്കാരം നടക്കുകയാണ്. പകർന്നു അവിടെയാണ് നമ്മൾ ഈ സംശയം ചോദിക്കുന്നത്. അതിലെന്താ തെറ്റ്? സ്വന്തം അച്ഛനെ വന്ദിക്കുന്നതിൽ തെറ്റുണ്ടോ? സ്വന്തം അമ്മയുടെ കാല് തൊട്ട് വന്ദിക്കുന്നതിൽ തെറ്റുണ്ടോ? അതേപോലെ തന്നെയാണ് സ്വന്തം ഗുരുവിന്റെ കാല് തൊട്ട് വന്ദിക്കുന്നതിലും തെറ്റ് കാണേണ്ടതില്ല. കാരണം ഇവിടെ ഭാരതം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് മാതാപിതാ ഗുരു ദൈവം എന്നാണ്. അപ്പോൾ സ്വന്തം വിദ്യാർത്ഥികളെ ഗുരുവിനെ ഈശ്വരനെ പോലെ കണ്ട് ആരാധിക്കണം. ആ ഒരു മനോഭാവമാണ് വളർത്തുന്നത്. കുട്ടികളിൽ ആ മനോഭാവം വളർത്തുക. ആ മനോഭാവം വളർത്തിക്കൊണ്ട് കുട്ടികളിൽ നല്ല സംസ്കാരം വളർത്തുക. മറിച്ച് അധ്യാപകന്റെ കുഴിമാടം തീർക്കാനല്ലല്ലോ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അധ്യാപകന്റെ കൈവെട്ടണം എന്നല്ലല്ലോ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത്. അധ്യാപകന്റെ കാല് തൊട്ട് വന്നിക്കുന്നത് മഹാപരാധമാണ്, ആ കുട്ടികളുടെ ആത്മാഭിമാനം ചോർത്തിക്കളയുന്നതാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രശ്നം അതവിടെയല്ല. പ്രശ്നം ഈ ഭാരതീയ സംസ്കാരത്തോടും ഭാരതീയ സംസ്കൃതിയോടും ഒക്കെയുള്ള ഒടുങ്ങാത്ത വെറുപ്പും പകയും വിദ്വേഷവും വെച്ചു പുലർത്തുന്നവർ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അവർക്ക് ഗണപതി മിത്താണ് എന്ന് തോന്നും. അവർക്ക് ക്ഷേത്രത്തിൽ പോകുന്ന സ്ത്രീകൾ പോകുന്നത് അവരുടെ നഗ്നശരീരം കാണിക്കാനാണെന്ന് പറയും. അവർക്ക് സരസ്വതിയെയും അതേപോലെ അയ്യപ്പനെയും ഒക്കെ വികൃതമായി വരച്ചു വെക്കുന്നതിൽ അവർ ആനന്ദം കാണും. അവർ വിദ്യാലയങ്ങളിൽ ലൈംഗികതയെ അശ്ലീലമായി ചിത്രീകരിച്ച് വിദ്യാർത്ഥികളിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കും. ഇത്തരം ആളുകളൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ നാടിൻ്റെ സംസ്കൃതിയെ നശിപ്പിക്കാനാണ്. അവർക്ക് ഭാരതീയ സംസ്കാരത്തോടുള്ള എതിർപ്പാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ നടന്ന പരിപാടി രക്ഷകർത്താക്കൾ, നിങ്ങൾ ഏതെങ്കിലും ഈ നടന്ന പരിപാടികളിൽ ഏതെങ്കിലും ഒരു സ്കൂളിലെ രക്ഷകർത്താവിനെ നിങ്ങൾ കണ്ടിരുന്നോ? ഈ ചടങ്ങിൽ പങ്കെടുത്ത കുട്ടികളെ കണ്ടിരുന്നോ? ആ കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ, ആ രക്ഷകർത്താക്കളിൽ ആരെങ്കിലും ഒരാൾ ഇത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ രക്ഷകർത്താക്കളിൽ ആരെങ്കിലും ഒരാൾ ഞങ്ങളെ കൊണ്ട് നിർബന്ധമായിട്ട് ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് ആസൂത്രിതമായി ബോധപൂർവമായി നടത്തുന്ന ഒരു പ്രചരണമാണ്. ഇത് ഭാരതത്തിൻ്റെ സംസ്കാരത്തോടും നമ്മുടെ സംസ്കൃതിയോടും നടത്തിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളിയാണ്, നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളിയാണ്. ശരി, അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ ആലപ്പുഴയിൽ നൂറനാട് ഇടപ്പോൺ വിവേകാനന്ദ വിദ്യാപീഠത്തിൽ നടന്നത് എന്താണ് എന്നത് താങ്കളും അറിഞ്ഞു കാണുമല്ലോ. അവിടെ BJP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KK അനൂപിന്റെയും പാദപൂജ നടത്തുകയാണ്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം? അനുജ, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ആ സ്കൂളിൻ്റെ ഒരു ഭാരവാഹിയാണ്. ആ സ്കൂളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഭാരവാഹിയാണ് അദ്ദേഹം. BJPയുടെ ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ടല്ല. ആ സ്കൂളിന്റെ ചുമതലയിലിരിക്കുന്ന ഭാരവാഹികളെയാണോ ആദരിച്ചത്, അതോ ഗുരുപൂജയാണോ നടക്കുന്നത്? എന്താണ്? ഗുരുപൂർണിമ എന്നാണല്ലോ പറയുന്നത്. അവിടെ ഗുരുക്കളെയാണ് ആദരിക്കുന്നത്, ഗുരുക്കളുടെ പാദപൂജയാണ് നടത്തുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഭാരവാഹികളുടെ പാദപൂജയും അതിനൊപ്പം നടത്തുകയാണ്. നോക്കൂ, ഗുരു തുല്യരായിട്ടുള്ള ആളുകളുടെയൊക്കെ പാദപൂജ ചെയ്യുക അല്ലെങ്കിൽ അവരെ നമസ്കരിക്കുക എന്നുള്ളത് ഒരു നല്ല സംസ്കാരമല്ലേ? നമ്മുടെ മുതിർന്നവരെ ആദരിക്കുക, നമ്മുടെ മുതിർന്നവരെ ബഹുമാനിക്കുക, ഇതൊരു അടിമത്ത മനോഭാവം ഉണ്ടാക്കുന്ന പറയുന്നത്. വർഷത്തിലൊരിക്കൽ ഒരു ചടങ്ങ് നടത്തിയാൽ അടിമത്ത മനോഭാവം ഉണ്ടാക്കുന്നു. അടിമത്ത മനോഭാവം ഉണ്ടാക്കുന്നത് വേറെ പല ചടങ്ങിലൂടെയാണ്. അങ്ങനെ അടിമകളാക്കപ്പെട്ടവരാണ് ഈ പറയുന്ന പ്രസ്ഥാനങ്ങളുടെ സംശയം. ശ്രീ RV ബാബു, ഈ കാൽ കഴുകി ഇങ്ങനെ പൂജിക്കുന്ന ചടങ്ങ് എന്നൊക്കെയുള്ളത് അത് യഥാർത്ഥത്തിൽ എവിടെ നിന്ന് വരുന്നതാണ്? അത് ഇതിനു മുൻപ് വളരെ നൂറ്റാണ്ടുകൾക്ക് പിന്നോട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് അതൊരു ബ്രാഹ്മണിക്കൽ ഒരാചാരം എന്ന തരത്തിലേക്കാണ്. നമ്മൾ നൂറ്റാണ്ടുകളൊന്നും പിന്നോട്ട് പോകേണ്ടതില്ല, പക്ഷേ ആ തരത്തിലേക്കാണ് നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. ഈ പാദം കഴുകി പൂവിട്ട് പൂജിക്കുക എന്നൊക്കെ പറയുന്നത് എവിടെ നിന്നാണത് വരുന്നത്? ശ്രീ RV ബാബു, നമ്മൾക്ക് ആദരിക്കാൻ ഈ ഒരു മാർഗമാണോ ഉള്ളത്? ഞാൻ ഇതുവരെ ഈ ചോദ്യം വരാത്തത് എന്താണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം നെയ്റോസ്റ്റിൽ വരെ, അതായത് നമ്മുടെ മസാല ദോശയിൽ വരെ ബ്രാഹ്മണിക്കൽ ഹെജുമണി കൊണ്ടുവന്ന നാടാണ് കേരളം. മറ്റേ വെജിറ്റേറിയൻ ഭക്ഷണത്തിലും ബ്രാഹ്മണിക്കൽ ഹെജുമണി കൊണ്ടുവന്ന നാടാണ് കേരളം. അപ്പോൾ ഈ ആരോപണം എന്താ വരാത്തതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ആദ്യം തന്നെ നമ്മുടെ പൗരാണിക, ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ എനിക്ക് മറുപടി ഇനിയും പറയേണ്ടി വരും. ആരാണ് ബ്രാഹ്മണൻ എന്നുള്ളതിനൊക്കെ വളരെ വിശദമായ വിശദീകരണങ്ങൾ നമ്മുടെ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ നൽകിയിട്ടുണ്ട്. ആരാണ് ബ്രാഹ്മണൻ? ഇന്നത്തെ ജാതി വ്യവസ്ഥയിൽ പൂണൂലിട്ടവനെ അല്ല മാഷെ ബ്രാഹ്മണൻ എന്ന് വിളിച്ചിരുന്നത്. വിദ്യയുള്ളവൻ, വിജ്ഞാനം സ്വായത്തമാക്കിയവൻ, ക്ഷമയുള്ളവൻ, സത്യസന്ധൻ, ഇതൊക്കെ മഹാഭാരതത്തിലെ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് വേണ്ടി വന്നാൽ അത് ഉദ്ധരിക്കാൻ തയ്യാറാണ്. വിജ്ഞാനിയായിട്ടുള്ള ഒരാള്, യാഥാർത്ഥ്യത്തെ തമസ്കരിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ അതാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. അങ്ങനെ അല്ല, വിദ്യാഭ്യാസമുള്ള ഏതൊരാളെയും പൂജിക്കുന്ന കാഴ്ച താങ്കൾ എവിടെയാണ് കണ്ടത്?
വിദ്യാഭ്യാസമുള്ള ഏതൊരാളെയും പൂജിക്കുന്ന ചടങ്ങ് ഇതിഹാസങ്ങളിലുണ്ട്. അല്ല, ഇതിഹാസങ്ങളല്ലല്ലോ, വിതുരൻ ആരായിരുന്നു? നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് ഊന്നിയല്ലേ സംസാരിക്കേണ്ടത്. ശ്രീ ആർ ബി ബാബു, നമ്മളുടെ സമൂഹത്തിൽ നടന്നിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ നടന്നിട്ടുള്ള അനാചാരങ്ങൾ അത് ആചാരങ്ങളായി മാറുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിഹാസത്തിൽ എന്തുണ്ട് എന്നുള്ളതിനെ കുറിച്ചല്ലല്ലോ ചർച്ച. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടല്ലോ മാതാ അമൃതാനന്ദമയി ബ്രാഹ്മണ സ്ത്രീയാണോ? അമൃതാനന്ദമയിയുടെ കാല് തൊട്ട് വന്നിരിക്കുന്ന എത്രയോ ആളുകളെ കാണാം. അവരൊക്കെ വലിയ വലിയ ഉയർന്ന ജാതിയിൽപ്പെട്ടവരോ ഉയർന്ന സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരാ. അവരൊക്കെ മാതാ അമൃതാനന്ദമയിയുടെ കാല് തൊട്ട് വന്നിരിക്കുന്നത് അവർ ബ്രാഹ്മണ സ്ത്രീ ആയതുകൊണ്ടാണോ? ആണോ? ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം. ആരോപണങ്ങൾക്കൊന്നും നിങ്ങൾ ഈ പറയുന്നതിലൊന്നും യാതൊരു വസ്തുതയില്ല, ഒരു വസ്തുതയില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം. നിങ്ങളുടേത് വെറും ഈ സംസ്കാരത്തോടും സംസ്കൃതിയോടുമുള്ള നിഷേധാത്മകമായ ഭാവമാണ്. ശരി, ശ്രീ ബിപിൻ രാജ്, ഇപ്പോ ഈ നമ്മുടെ സംസ്കാരത്തെ തന്നെ നിഷേധിക്കുന്ന തരത്തിലേക്ക് എന്തുകൊണ്ട് പോകുന്നു എന്നതാണ് ചോദ്യം. ഇന്ന് ഗവർണർ പറഞ്ഞത് കേട്ടല്ലോ, നമ്മുടെ സംസ്കാരത്തെ തന്നെ തള്ളിക്കളയലാണ് ഇതൊക്കെ നിരാകരിക്കുന്നതിലൂടെ ചെയ്യുന്നത്. ഇതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്, ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ഇതിനെതിരെ പ്രതിഷേധം തീർക്കുന്നത് എന്നതാണ് ചോദ്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ചില സ്കൂളിനകത്ത് നടക്കുന്ന വിഷയം ശ്രദ്ധയിൽപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ആദ്യം കാസർഗോഡ് ജില്ലയിലെ ബന്ദടക്കയിൽ നിന്നുള്ള ഒരു സരസ്വതി വിദ്യാലയത്തിൽ നിന്നാണ് ഇത്തരത്തിൽ അധ്യാപക പാദം പൂജിപ്പിക്കുന്ന രീതിയിലൊക്കെയുള്ള ഒരു ഫോട്ടോ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്ന സ്ഥിതിയുണ്ടായി. പിന്നീട് ആ വാർത്ത വന്നതിന് ശേഷം അത് മാധ്യമങ്ങളിൽ വരുന്ന സാഹചര്യത്തിനകത്താണ് പിന്നീട് അതിൻ്റെ തുടർച്ചയിൽ കാസർഗോഡ് ജില്ലയിൽ തന്നെ തൃക്കരിപ്പൂർ പ്രദേശത്തിനകത്തും അതുപോലെ തന്നെ ചെറുവത്തൂരും തുടർച്ച നിലയിൽ കണ്ണൂർ ശ്രീകണ്ഠാപുരത്തും ചില സ്കൂളിനകത്തും ഇതേ രീതിയിൽ പൂജ നടന്നതായി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ ഇവിടെ BJPയുടെ പ്രതിനിധി സൂചിപ്പിച്ചു. BJPയുടെ പ്രതിനിധി അതിനെക്കുറിച്ച് ന്യായീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഞങ്ങൾക്കൊന്ന് പറയാനുള്ളത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ബിപിൻ രാജ്. എന്തുകൊണ്ട് ഞാൻ BJPയുടെ പ്രതിനിധിയല്ല. നമ്മൾക്ക് ഈ അവസരത്തിൽ ഹിന്ദു ഐക്യവേദി ഓക്കെ ഏതായാലും ഹിന്ദു ഐക്യവേദി ആയാലും അത് ഏതായാലും ആ രീതിയിൽ തന്നെ അവരെ ഉന്നയിക്കുന്ന ആശയവും അവരുടെ പറഞ്ഞ് ന്യായീകരിക്കുന്ന വിഷയവും എല്ലാം ഒരേപോലെ തന്നെയാണ് പോകുന്നത്. അതിനകത്ത് മറ്റു തറക്കൊന്നുമില്ല. പേര് മാറ്റിയിട്ട് അവിടെ ഹിന്ദു ഐക്യവേദി എന്നോ BJP എന്ന് വെച്ചാലും അവരെ ഉന്നയിക്കുന്ന ആശയവും ഒരേപോലെ തന്നെ നമുക്ക് അവരുടെ ബോധ്യമുണ്ട്. അത് കേൾക്കുന്ന ആളുകൾക്കും ഇതിനെ സംബന്ധിച്ച് കൃത്യമായി സൂചിപ്പിക്കാനുള്ള അപ്പോൾ ഈ വിഷയത്തിനകത്ത് പറഞ്ഞു വെക്കാനുള്ളത് സ്കൂളിനകത്ത് വിദ്യാർത്ഥികളെ, അതായത് സ്കൂളിനകത്ത് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ പഠിച്ച് എങ്ങനെ വളരണ്ടേ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നമ്മുടെ കേരളത്തിനകത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒരുപക്ഷെ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ ഈ രീതിയിലായിരിക്കില്ല. ഇപ്പോൾ കേരളത്തിനകത്തുള്ള വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനാണ് ഈ RSS നേതൃത്വം കൊടുക്കുന്ന ആളുകൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇതേ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായി കാണാൻ വേണ്ടി കഴിയുന്നു. ഇവിടെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചു, അദ്ദേഹം പറഞ്ഞു വെച്ച എന്താണ്, അതൊരു അധ്യാപകനാണ്, അധ്യാപകൻ ആ രീതിയിൽ പാദസേവ ചെയ്യുന്നതുകൊണ്ട് എന്താണ് തെറ്റുള്ളത്, കുട്ടികൾക്ക് അറിവ് പകർന്നു നടക്കുന്ന ആളുടെ കാല് ആ രീതിയിൽ പൂജിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് വളരെ ന്യായീകരിക്കുന്നു. അവിടെ അദ്ദേഹം പറഞ്ഞു വെച്ച മറ്റൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞു വെച്ചത്? അയാൾ പറയുകയാണ്, അവിടെ മറ്റു രക്ഷിതാക്കളുണ്ടോ, മറ്റു വിദ്യാർത്ഥികളെ കാണുന്നുണ്ടോ, മറ്റൊരാളും അവിടെ ചെന്നിട്ടില്ല. ആ സമയത്താണ് അവതാരിക ചോദിച്ച സമയത്ത് ആലപ്പുഴക്കകത്തുണ്ടായ ഒരു വിഷയം. ആലപ്പുഴക്കകത്ത് ഒരു സ്കൂളിനകത്ത് ആ രീതിയിലൊക്കെയുള്ള പൂജയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ പാദസേവ പൂജ നടത്തുന്ന ആരെയാണ്? BJPയുടെ ജില്ലാ സെക്രട്ടറിയാണ്. BJPയുടെ ജില്ലാ സെക്രട്ടറിയുടെ പാദസേവ പൂജ നടത്തുക. ആ സമയത്ത് അദ്ദേഹം സൂചിപ്പിച്ചെന്താ, അതിനെ ന്യായീകരിച്ചുകൊണ്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അദ്ദേഹം വിഷയം മാറ്റി. അധ്യാപകരെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ആ സമയത്ത് പറയുകയാണ്, സ്കൂൾ നടത്തുന്ന ആളുകളെയും ഗുരുതുല്യമായി കാണണം എന്ന രീതിയിലേക്കാണ് പറഞ്ഞു വെക്കുന്നത്. ഏത് രീതിയിലാണ് ഈ രീതിയിലേക്ക് ഈ പൂജ നടത്തിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താ, കുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഈ പുതിയ കാലത്തും കുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ടതും ഇതേ രീതിയിൽ പൂജകൾ നടത്തിക്കൊണ്ടാണെന്ന് സൂചിപ്പിക്കുക. ഞങ്ങൾക്കൊന്ന് പറയാനുള്ളത്, ഇന്ന് ഈ കേരളം പോലുള്ള സംസ്ഥാനത്തിനകത്ത് കേരളത്തിൻ്റെ അക്കാദമിക് സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ പുരോഗമന പാരമ്പര്യവും തല്ലി തകർക്കാനാണ് RSS പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഈ രീതിയിലൊക്കെയുള്ള ഇടപെടൽ ഇവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിനകത്ത് പുരോഗമന മതനിരപേക്ഷ ജനാധിപത്യ കേരളത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമവും ഒരു വശത്ത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്, ഈ രീതിയിൽ RSSൻ്റെ അജണ്ട പഠിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു പോകുന്ന സ്ഥിതിയിലേക്ക് കേരളത്തിനകത്തെ വിദ്യാഭ്യാസ മേഖലയെ, അത് ഏത് വിദ്യാഭ്യാസ മേഖലയായാലും, അത് CBSE ആയാലും അതിനകത്തുള്ള അൺഎയ്ഡഡ് ആയാലും ഏത് സ്ഥാപനമായാലും കുട്ടികളെ ഇങ്ങനെയല്ല വളർത്തിക്കൊണ്ട് പോകേണ്ടത്. കുട്ടികൾക്ക് പകർന്നു നൽകേണ്ട അറിവുകൾ, അധ്യാപകർ പകർന്നു കൊടുക്കേണ്ട അറിവുകൾ ഈ പുതിയ കാലത്തിനനുസൃതമായിട്ട് വരും. ഇപ്പോഴും പരമ്പരാഗതത്തിലുണ്ടായ പഴയ കാലങ്ങളിൽ പണ്ട് കാലങ്ങളുടെ അതേ രീതിയിൽ ആവർത്തിക്കുന്ന സ്ഥിതിയിലേക്കല്ല പോകേണ്ടതെന്നാണ് SFI സൂചിപ്പിക്കാനുള്ളത്. അതിനകത്തൊന്ന് റൈറ്റ് ടു എഡ്യൂക്കേഷൻ
ആക്ടിൽ തന്നെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്, വളരെ കൃത്യമായി ഇവർ അതിനകത്ത് സൂചിപ്പിച്ചു പോകുന്നുണ്ട്. സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്കൂൾ എഡ്യൂക്കേഷനകത്തെ സ്പേസ് സെക്യുലർ സ്പേസ് ആയിരിക്കണം രീതിയിലേക്കാണ്, റിലീജിയസ് ന്യൂട്രൽ സ്പേസ് ആയിരിക്കണം രീതിയിലേക്കാണ്. ആ രീതിയിലേക്കാണ് വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകുന്നത്. എന്നാൽ RSS ശ്രമിക്കുന്നത് റിലീജിയസ് സ്പേസ് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ആചാരങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട്, ആ രീതിയിൽ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ആ മതാചാരത്തിൻ്റെ ഭാഗമായി മാറ്റിയെടുക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുകയാണ്. ആ ആക്ടിനകത്ത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിനകത്ത് പറയുന്ന വിപരീതമായി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കേരളം ഉയർത്തിക്കൊണ്ടുവന്ന സെക്യുലർ ഡെമോക്രാറ്റിക് സെറ്റപ്പ് അതിനുള്ള ഭീഷണിയാണ് നമുക്ക് കാണാൻ വേണ്ടി ഈ സ്ഥിതിയിലേക്കാണ് ഇവർ സൂചിപ്പിച്ചു വെക്കുന്ന സ്ഥിതി ഉള്ളത്. അത് നമ്മൾ ഇവർ നടത്തുന്ന പ്രവൃത്തിയെ കാണുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതും ആ രീതിയിലേക്ക് മാറുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഈ വാസുജയന്തി ദിനത്തിൻ്റെ ഭാഗമായി ഗുരുപൂർണിമ എന്ന പേരിൽ പാദസേവ ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഇവർ പോവുകയാണ്. അപ്പോൾ ഇവർ പറയുന്നു കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ചെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടെങ്കിലും നാളെയും ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ എതിർക്കാൻ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിനകത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ഒരു ശ്രമത്തെയും അംഗീകരിക്കാൻ വേണ്ടി അനുവദിക്കില്ല. അതിൻ്റെ ഭാഗമായിട്ട് പല സമരങ്ങളും ഇന്ന് കേരളത്തിനകത്ത് സംസ്ഥാനത്തിനകത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയും കാവ്യവൽക്കരിക്കാൻ വേണ്ടി ദൈനംദിനം ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി അതിനെതിരായിട്ടുള്ള അതിശക്തമായ സമരവും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ശ്രീ അലോഷ്യസ് സേവ്യർ, നിങ്ങളും ശക്തിയുക്തം എതിർക്കുകയാണല്ലോ, എന്തുകൊണ്ട്? അനുജ, ഭാരതീയ സംസ്കാരം എന്ന പേരിൽ അല്ലെങ്കിൽ ഭാരതീയ സംസ്കൃതി എന്ന പേരിൽ ഇവിടെ RSS സ്പോൺസേർഡ് ആയിട്ടുള്ള കുറേ അജണ്ടകൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഗുരുപൂജ എന്ന പേരിൽ നമ്മൾ അധ്യാപകരെ ആദരിക്കുന്നത് അല്ലെങ്കിൽ ബഹുമാനിക്കുന്നതിനൊന്നും കേശു എതിരല്ല. എന്നാൽ പക്ഷേ ഇവിടെ അധ്യാപകരെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നതിൻ്റെ പേരിൽ ഇവിടെ ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ കാല് കഴുകി വന്ദിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഗുരുപൂജ നടത്തുക എന്ന് പറയുന്നത് നമുക്കൊരു പുരോഗമന കേരളത്തിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. നമ്മുടെ ഈ കാലഘട്ടത്തെ നമ്മൾ വർഷങ്ങളായി നമ്മൾ നേടിയെടുത്ത നമ്മുടെ പുരോഗതിയെ പിന്നോട്ടടിക്കുന്ന, നൂറ്റാണ്ടുകൾ പിന്നോട്ടടിക്കാൻ മാത്രമേ ഇത്തരം പ്രവൃത്തികൾ മൂലം സാധ്യമാവുകയുള്ളൂ. ഇത് RSSൻ്റെ ഒരു അജണ്ടയാണ്, RSSൻ്റെ ഒരു ഹിഡൻ അജണ്ടയാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് RSS നടത്തുന്ന എത്രയോ സ്കൂളുകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും പല രീതിയിൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ പഴയ കാലങ്ങളിലേക്ക് നമ്മുടെ ഒരു രീതിയെ കൊണ്ടുപോകാൻ ഒരു വലിയ ആസൂത്രിതമായിട്ടുള്ളൊരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇത് ശക്തിയുക്തം എതിർക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഈ സ്കൂളുകളിലെല്ലാം ഗുരുപൂജ എന്ന് പറഞ്ഞ് ഇവിടെ നടത്തുന്ന ഇത്തരം പ്രവർത്തികൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഒരു തലമുറയെ തന്നെ പിന്നോട്ടടിക്കുന്നതാണ് ഇത്തരം ചെയ്തികൾ. ഇതിനെതിരെ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധം KSU രേഖപ്പെടുത്തുകയാണ്. കേരളത്തിലെ മറ്റു പല സ്കൂളുകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്നുണ്ട്. അതിനെപ്പറ്റി സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് KSU കത്ത് നൽകി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ ഇത്തരം പ്രവർത്തികൾക്കെതിരെ വലിയ രീതിയിലേക്കുള്ള പ്രക്ഷോഭങ്ങളും വലിയ രീതിയിലേക്കുള്ള ഞങ്ങൾ പ്രതികരണവും എല്ലാം നടത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയുണ്ട്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരം ചെയ്തികളെ നമ്മൾ അനുവദിച്ചുകൂടാ. ഒരു കാര്യം കൂടി, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത് പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് RSSൻ്റെ അജണ്ടകൾ ഒളിഞ്ഞും തെളിഞ്ഞും പല രീതികളിലും നടത്തപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നാൽ ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത എത്രയോ വിഷയങ്ങൾ ഇവിടെ നടക്കുന്നു. അതിനെപ്പറ്റിയെല്ലാം ഗൗരവകരമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി ഒരു മതേതര നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ചെറിയ കുട്ടികൾ അവർ പോലും അറിയാതെ അനാചാരങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ഒരു ശ്രമങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി നടത്തുന്നത്. ഇത് ശക്തിയുക്തം എതിർക്കപ്പെടേണ്ടതാണ് എന്നതാണ് KSUവിൻ്റെ നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം. ഡോക്ടർ TS ശ്യാംകുമാർ, ഇപ്പോൾ ഇതിലെന്താണ് തെറ്റ് എന്നതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന RV ബാബുവും ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. ഇതിലെന്താണ് തെറ്റ്? നമ്മളുടെ ഗുരുക്കന്മാരെ ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഇതൊരു തെറ്റായ സന്ദേശമേ അല്ല, വളരെ പോസിറ്റീവായൊരു കാര്യം. കുട്ടികൾക്ക് കൊടുക്കുന്ന സന്ദേശം അവർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് എന്നതാണ്. അതാണ് ഇവിടെ ചെയ്തത് എന്നതിനപ്പുറത്തേക്ക് ഇതിൽ എന്ത് തെറ്റാണ് എന്നതാണ് ചോദ്യം. പുഷ്പം അർപ്പിച്ചു അല്ലല്ലോ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത്. ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും മാനദണ്ഡം എന്ന് പറയുന്നത് അധ്യാപകരെന്ന് പറയുന്ന ആളുകളെ ഇരുത്തി നമ്മൾ വാർത്തയിൽ കാണുന്നുണ്ടല്ലോ, പുഷ്പം അർപ്പിക്കുക, ചന്ദനം അർപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ തീർത്തും ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യമാണ്. ഡോക്ടർ BR അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറയുന്നുണ്ട്, ആദരവിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം, സഹമനുഷ്യരോടുള്ള ആദരവിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യമെന്ന് ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്. അവിടെ ഒരിക്കലും ഈ പറയുന്ന ആളുകളുടെ കാല് കഴിയിക്കലോ പുഷ്പാർപ്പിക്കലോ അല്ല ആദരവ് അർപ്പിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്നുള്ളതാണ്. ആരാണ് ഈ ഗുരുക്കന്മാർ?
ഗുരു എന്ന സങ്കല്പം തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആധുനികമായ ജനാധിപത്യ വ്യവസ്ഥയുമായിട്ട് ഈ പറയുന്ന ഗുരുസങ്കല്പം എത്രമാത്രം യോജിച്ചു പോകുന്നതാണ് നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടത്. ഞാൻ നാരായണ ഗുരുവിനെ സംബന്ധിച്ചുള്ള സങ്കല്പമോ അല്ലെങ്കിൽ ആ ചരിത്ര സാഹചര്യങ്ങളോ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ട് അധ്യാപകരെ ഗുരുക്കന്മാരായി സങ്കല്പിച്ചുകൊണ്ട് പൂജ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ, കേരളത്തിൽ വളരെ ആഴത്തിൽ സാംസ്കാരികവുമായി ചരിത്രപരവുമായി അല്ല, അതിലും തെറ്റില്ല എന്നതാണ് ശ്രീ ആർ വി ബാബുവിന്റെ പക്ഷം. അതായത് ഡോക്ടർ ടി എസ് ശ്യാംകുമാർ, ഈ മാതാപിതാ ഗുരുദൈവം, അതെ, അതായത് അതിനെ അനുകൂലിക്കുന്നവർ പറയുന്ന മറ്റൊരു ന്യായം മാതാപിതാ ഗുരുദൈവം, അതായത് ദൈവത്തിന് സമാനരാണ് മാതാപിതാക്കളും ഗുരുവും എന്നതാണ്. അപ്പോൾ പിന്നെ പൂജിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇതാണ് ഇന്ത്യൻ സംസ്കാരം എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സംസ്കാരത്തെ തമസ്കരിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന ചോദ്യം നമ്മളുടെ ഗവർണർ ചോദിക്കുന്നതും താങ്കൾ കേട്ടില്ലേ? തീർച്ചയായിട്ടും ഞാൻ കേട്ടു. ഇന്ത്യൻ സംസ്കാരം ഇതായിരുന്നെങ്കിൽ ഈ അറിവിൻ്റെ ദേവതയായിട്ട് സരസ്വതിയാണല്ലോ സങ്കല്പിക്കുന്നത്. അതുപോലെ അറിവിൻ്റെ ദേവതയായിട്ട് ധാരാളം ആളുകളെ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അറിവിൻ്റെ ദേവതകളായിട്ട് ഈ പറയുന്ന അറിവിൻ്റെ പ്രതീകമായിട്ട് ഇത്തരം ഗുരുക്കന്മാരുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ദ്രോണര് കർണനോട് വിദ്യ അഭ്യസിച്ച് അത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത് ആദ്യമായിട്ട് അരങ്ങേറ്റം നടത്തുന്ന സന്ദർഭത്തിൽ കർണനോട് ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകാനല്ലേ ആവശ്യപ്പെട്ടത്? എന്തുകൊണ്ട് അത്തരം ഒരു വിവേചനം ഈ ഇതിഹാസ പുരാണ പാഠങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമല്ലേ? തപസ് ചെയ്ത ശംഭുവിനെ കൊന്ന ചരിത്രം രാമനെ സംബന്ധിച്ചുള്ള വാൽമീകി രാമായണ കഥാപാഠത്തിൽ നമ്മൾ കാണുന്നില്ലേ? ഏകലവ്യൻ്റെ വിരൽ മുറിച്ച പാരമ്പര്യമല്ലേ ഈ സംസ്കാരം എന്ന് ഇവർ പറയുന്നത്? ഇത്രയധികം ദേവതകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ദളിതർക്കും ആദിവാസികൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഹിന്ദുത്വവാദികൾ അതിന് മറുപടി പറയാത്തത്? അത് നമ്മൾ കാണണമല്ലോ. ഇത്രയധികം അറിവിൻ്റെ ദേവതകൾ ഉണ്ടായിട്ട് എന്ന് മുതലാണ് ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും അറിവിൻ്റെ മേഖലയിലേക്ക് പ്രവേശിച്ചത്? ഈ ഗുരുക്കന്മാരൊക്കെ അന്ന് എവിടായിരുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർക്ക്, മഹാത്മാ ഫൂലെക്ക്, കേരളത്തെ സംബന്ധിച്ച് മഹാത്മാ അയ്യങ്കാളിക്ക് വലിയ പോരാട്ടങ്ങൾ നടത്തേണ്ടി വന്നു. ഈ പ്രാചീന ഇന്ത്യൻ സംസ്കാരത്തിലെ ഗുരുക്കന്മാരൊക്കെ അന്ന് എവിടായിരുന്നു? ഈ പ്രാചീന ഇന്ത്യൻ സംസ്കാരത്തിലെ ഈ പറയുന്ന ഗുരുമഹത്വമൊക്കെ വളരെ വിപുലമായ ഗുരുമഹത്വവും ആർഷഭാരത സംസ്കാരമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മഹാത്മാ അയ്യങ്കാളിക്ക് വലിയൊരു പോരാട്ടം നടത്തേണ്ടി വരുമായിരുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അന്ന് എവിടായിരുന്നു ഈ ഗുരു? ഏകലവ്യൻ്റെ പെരുവിരൽ അർത്ഥി യോജിച്ച പാരമ്പര്യമല്ലേ ഇവർ ഈ ഗുരുപാരമ്പര്യം എന്ന് പറഞ്ഞു വെക്കുന്നത്? നോക്കൂ, ഇന്ത്യയിലെ ഈ പറയുന്ന ഗുരുകുല സമ്പ്രദായങ്ങളെ സംബന്ധിച്ച് ധർമ്മസൂത്രങ്ങളിലും ഇതിഹാസ പുരാണ പാഠങ്ങളിലുമൊക്കെ ധാരാളം പരാമർശങ്ങളുണ്ട്. ആ ഗുരുകുല സങ്കല്പങ്ങളിൽ നിന്നാണല്ലോ ഈ ഗുരു എന്ന് പറയുന്ന സങ്കല്പം ഉദയം ചെയ്തു വരുന്നത്. ഈ ഗുരുകുലങ്ങളിലൊന്നും തന്നെ ഇന്ത്യയിലെ ദളിതരോ ആദിവാസികൾക്കോ ഒന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇത്തരം ഈ ഗുരുക്കന്മാരിരിക്കുന്ന ഗുരുകുലങ്ങളിൽ കൃഷ്ണൻ്റെയും സുദാമാവിൻ്റെയും ചരിത്രം പറയുമല്ലോ. ഗുരുകുലത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ സുദാമാവ് ഒരു ബ്രാഹ്മണനായിരുന്നു, നമ്മൾ മറന്നു പോകരുത്. ഈ ത്രൈവർണികരായ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യാദികൾക്ക് മാത്രമേ ഗുരുകുലങ്ങളിൽ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. മറ്റാരെയും തന്നെ അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ ഈ ചരിത്രം നമ്മൾ കാണണ്ടേ? അപ്പോൾ ഗുരുപൂർണിമ എന്ന പേരിൽ വളരെ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു ആചാരമാണ് ഈ കാലുകഴുകൽ എന്ന് പറയുന്നതിന് ചരിത്രവിരുദ്ധമാണ്. കാരണം വളരെ അടുത്ത കാലത്ത് മാത്രമാണ് ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും ബഹുജനങ്ങളും വിദ്യാധികാരം നേടി ആധുനികമായ വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് പ്രവേശിച്ചത്. അവരാരും തന്നെ കാല് കഴുകിയിട്ട് നേടിയതല്ല ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ, പൊരുതി നേടിയതാണ് ഈ വിദ്യാഭ്യാസം. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ പൊരുതി നേടിയ വിദ്യാഭ്യാസത്തെ കാല് കഴുകിയിട്ട് നേടുന്നതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നു. നോക്കൂ, എവിടെയാണ് ഇന്ത്യയിലെ ഏത് പുരാണത്തിലാണ്, ഇന്ത്യയിലെ ഏത് തന്ത്രഗ്രന്ഥത്തിലാണ്, ഇന്ത്യയിലെ ഏത് ഇതിഹാസത്തിലാണ് അധ്യാപകരുടെ കാല് കുട്ടികൾ കഴുകണമെന്ന് പറയുന്നത്? ഒരു വരി ഇവരെടുത്ത് കാണിക്കട്ടെ. ഏത് ഉപനിഷത്തിലാണ് എല്ലാ മനുഷ്യരും ഗുരുക്കന്മാരുടെ കാല് കഴുകിയാൽ മാത്രമേ അറിവ് ലഭ്യമാവുകയുള്ളൂ? അങ്ങനെയാണോ പറഞ്ഞു വെക്കുന്നത്? അപ്പോൾ അതൊക്കെ ചരിത്രവിരുദ്ധമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇത് വളരെ അടുത്ത കാലത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ മനുഷ്യരെയും പരിഗണിക്കുന്ന ഒന്നായിരുന്നില്ല ഈ ആർഷഭാരത സംസ്കാരം. ധർമ്മസൂത്രങ്ങളിൽ തന്നെ പറയുന്നുണ്ടല്ലോ, എല്ലാവർക്കും ഉള്ളതാണ് ഈ ഗുരുസങ്കല്പമെങ്കിൽ ഗൗതമ ധർമ്മസൂത്രത്തിൽ പറയും, അധഹാസ്യ വേദമുപസൃണ്വത സ്ത്രഭുജതുഭ്യാം ശ്രോത്ര പ്രതിപൂരണം ധാരണേ ശരീരഭേദ, അതുപോലെ ഉച്ചാരണേ ജിഹ്വാച്ഛേദ എന്നാണ് പറയുന്നത്. അതായത് ഒരു ശൂദ്രൻ വേദവിദ്യ അഭ്യസിച്ചാൽ ആ ശൂദ്രൻ്റെ ചെവിയിൽ ഈയ ഉരുക്കി ഒഴിക്കണമെന്നാണ് ഗൗതമ ധർമ്മസൂത്രത്തിൽ പറയുന്നത്. ശങ്കരാചാര്യർ എഴുതിയ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പറയുന്നത് ശൂദ്രൻ സഞ്ചരിക്കുന്ന പട്ടടയാണെന്നാണ്. ശങ്കരാചാര്യരെ ഗുരുവായിട്ടാണല്ലോ കാണുന്നത് ഇന്ത്യൻ പാരമ്പര്യം. ആ ശങ്കരാചാര്യർ ബ്രഹ്മസൂത്രത്തിൽ എന്താണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? ശൂദ്രന്മാർ സഞ്ചരിക്കുന്ന പട്ടടയാണെന്നാണ് എഴുതിയിരിക്കുന്നത്.
എല്ലാവർക്കും അറിവ് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലെ വേദേതിഹാസ പുരാണ പാഠങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ത്രൈവർണികന്മാർക്ക് മാത്രം വിദ്യ പകർന്നു കൊടുക്കുന്നത്. ആ വിദ്യ തന്നെ നമ്മൾ കോട്ടാൻ കൊണ്ടില്ല. ആധുനികമായ ജനാധിപത്യപരമായ സാഹോദര്യപരമായ വിദ്യയൊന്നും ആയിരുന്നില്ല അത് എന്നുകൂടി നമ്മൾ കാണണം. അതാണ് ശ്രീ ആർ വി ബാബു. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇതിഹാസത്തിലെ കാര്യങ്ങളും നമ്മളുടെ ഒരു പാരമ്പര്യം, ഇതിനു മുൻപുണ്ടായിട്ടുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ചുമൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഞാനും നേരത്തെ അത് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അപ്പോൾ ഇത് പോരാടി നേടിയ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യം നമുക്കുണ്ട്. എവിടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്? ഇത് എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്ന ചോദ്യമാണ് വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. ശ്രീ ആർ വി ബാബു, ഇതിന് മറുപടി പറയാൻ അല്പസമയം എനിക്ക് തരണം. പോരാടി നേടിയത് അധ്യാപകരോട് പോരാടി നേടിയതല്ലല്ലോ. ആ പോരാട്ടം അധ്യാപകരോട് നടത്തേണ്ടതുമില്ലല്ലോ. ആരാണ് ഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിനെ പ്രദാനം ചെയ്യുന്നവൻ, മനസ്സിലെ ഇരുട്ടകറ്റുന്നവൻ എന്നാണ്. ഗുശബ്ദ സ്തന്ധകാരസ്യാത് ഒരു ശബ്ദം നിരോധിത്വാത് അന്ധകാരം നിരോധിത്വാത് ഗുരുരുത്യവിധീയത എന്നാണ്. അന്ധകാരത്തെ ഇല്ലാതാക്കുന്നത് കൊണ്ട് ഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നു. ഗുരു എന്നുള്ളൊരു തത്വമാണ്. ആ തത്വത്തെ പൂജിക്കുകയാണ്, പ്രതീകവൽക്കരിച്ചുകൊണ്ട് പൂജിക്കുകയാണ്. ഇവിടെ പറയുന്നു ഭാരതത്തിൽ ആർക്കും വിദ്യ ഉണ്ടായിരുന്നില്ല, ദളിതർക്ക് വിദ്യ നിഷേധിക്കപ്പെട്ടിരുന്നു, വേദം നിഷേധിക്കപ്പെട്ടിരുന്നു. അറിവ് വേദത്തിൻ്റെ പര്യായമാണല്ലോ അറിവ് എന്ന് പറഞ്ഞാൽ. വേദത്തിന് എല്ലാവരും അർഹരായിരുന്നു എന്നാണ് നമുക്ക് വേദം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇമാം വാച കല്യാണി മാവദാനി ജനേഭ്യ ബ്രാഹ്മണരാജന്യാഭ്യാം ശൂദ്രായ ചര്യായ ച സ്വായചാരണായ വാചസ്നേഹ സംഹിതയാണ്. അതായത് മംഗളകരമായ ഈ വാക്ക് ബ്രാഹ്മണനും ക്ഷത്രിയനും ശൂദ്രനും വൈശ്യനുമായി അവനവൻ്റെ ചരണത്തിൽപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കണം. യാഗാധികാരം എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്ന് ഋഗ്വേദം പറയുന്നു. അഗ്നി ഋഷി പാവമാന പഞ്ചജന്യ പുരോഹിത എന്ന് വെച്ചാൽ പക്ഷേ ഇതൊക്കെയാണോ യാഥാർത്ഥ്യം ആർ വി ബാബു? ഇതൊക്കെയാണോ നടന്നിട്ടുള്ളത്? അല്ല, ഞാൻ പറഞ്ഞോട്ടെ, നമ്മളൊരു ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ കാര്യങ്ങൾ ഈ അത്ര അധികമൊന്നും നമ്മൾ പിന്നോട്ട് പോകേണ്ടതില്ലല്ലോ. അയ്യങ്കാളിയുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടം എന്താണ് എന്ന് നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഇത്രയധികമൊന്നും പിന്നോട്ട് പോകേണ്ടതുണ്ടോ ശ്രീ ആർ വി ബാബു? ഇത്രയധികം ശ്യാംകുമാർ പുറകോട്ട് പോയപ്പോൾ എന്താ തടയാതിരുന്ന അനുജ? ഇത്രയധികം പുറകോട്ട് പോയല്ലോ. അദ്ദേഹം പറഞ്ഞതിന് മറുപടിയാണ് ഞാൻ പറയുന്നതേ. അദ്ദേഹം ശംഭുഗോദത്തെ കുറിച്ച് പറഞ്ഞു. ഈ രാമൻ തന്നെയല്ലേ ഈ രാമായണം എന്ന് പറഞ്ഞാൽ സർവ്വ ദുഃഖത്തിൻ്റെയും സാരസർവസ്വമായി അറിയപ്പെടുന്ന ആ രാമായണത്തിൻ്റെ ശോകത്തിന് കാരണമായിട്ടുള്ള സംഭവം എന്താണ്? ശോകത്തിൻ്റെ കാരണമായിട്ടുള്ള സംഭവം ഒരു മുനികുമാരനെ കൊലപ്പെടുത്തിയതാണ്. ആ മുനികുമാരൻ ആരായിരുന്നു? അദ്ദേഹം തന്നെ, ആ മുനികുമാരൻ പറയുന്നുണ്ട് രാമായണത്തിൽ, ഞാൻ അങ്ങയ്ക്ക് ബ്രഹ്മഹത്യാപാപം ഉണ്ടാവില്ല, കാരണം ഞാൻ വൈശ്യന് ശൂദ്രസ്ത്രീയിലുണ്ടായ മകനാണ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ബ്രാഹ്മണനായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശാപമാണ് പിന്നീട്, ആ വൃദ്ധൻ്റെ ശാപമാണ് പിന്നീട് മൊത്തം രാമായണ ദുഃഖത്തിൻ്റെ കാരണമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഇത് എത്രയോ ഉദാഹരണങ്ങൾ ഇപ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിക്കുക. ഞാൻ വിതുരൻ ആരായിരുന്നു ചോദിച്ചാലോ? ദാസിപുത്രനായിരുന്നില്ലേ വിതുരൻ? വിതുരൻ എല്ലാവരുടെയും ആരാധ്യനായിട്ടുള്ള ആളായിരുന്നില്ലേ? പരാശരൻ ആരായിരുന്നു? അല്ലെങ്കിൽ ഈ പറയുന്ന വ്യാസൻ ആരായിരുന്നു? വ്യാസൻ ബ്രാഹ്മണനായിരുന്നോ? പരാശരൻ ആരായിരുന്നു? അപ്പം ഇതെല്ലാം നമുക്ക്, മഹീദാസൻ ആരായിരുന്നു? നാരദൻ ആരായിരുന്നു? ഇവരൊക്കെ ബ്രാഹ്മണരായിരുന്നോ? ഇത് നമ്മുടെ ചരിത്രത്തിൽ അത്തരത്തിൽ ഒരുപാടുണ്ട്. ഞാൻ പറയുന്നത് മഹാഭാരതത്തിൽ ആരാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൂടി ഒന്ന് പറയാൻ എന്നെ ഒന്ന് അനുവദിക്കണം. ആരാണ് ബ്രാഹ്മണൻ? മഹാഭാരതത്തിൽ പറയുകയാണ്, സത്യം ദാനം ക്ഷമാശീലം അനുശംസ്യം തപോഘൃണ ദൃശ്യന്തേ യത്ര നാഗേന്ദ്ര സ ബ്രാഹ്മണ ഇതി സ്മൃത. സത്യവും ദാനവും ക്ഷമയും സുശീലവും ദ്രോഹബുദ്ധം ഇല്ലായ്മയും തപസ്സും മനസ്സലിവും ആരിൽ കാണപ്പെടുന്നുവോ അവനാണ് അലയോ നാഗേന്ദ്ര ബ്രാഹ്മണൻ എന്ന് പറയപ്പെടുന്നത്. ഇവ ശൂദ്രനിൽ കാണുന്നുവെങ്കിൽ ആ ശൂദ്രൻ ശൂദ്രനല്ല, ബ്രാഹ്മണനിൽ കാണപ്പെടുന്നില്ലെങ്കിൽ അയാൾ ബ്രാഹ്മണനുമല്ല. ഹേ സർപ്പമേ, ഈ സ്വഭാവം ആരിലുണ്ടോ അയാളാണ് ബ്രാഹ്മണൻ, ആരിലില്ലയോ അയാൾ ശൂദ്രനാണെന്ന് പറയണം. ഇത് വളരെ കൃത്യമായി നമ്മുടെ ഇതിഹാസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സെലക്റ്റീവായിട്ട് ശ്യാംകുമാർ പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ പറ്റില്ല. മനസ്സിലായോ? വേദങ്ങളിൽ എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഡോക്ടർ അംബേദ്കറെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് അതായത് ഒരാളെ ആദരിക്കുന്നത്, ഈ പാദനമസ്കാരം ചെയ്യുക എന്നുള്ളത് പിൽക്കാലത്ത് ഉരുത്തിരിഞ്ഞു വന്ന സംസ്കാരമാകാം. അതിലെന്താ തെറ്റ്? അതെങ്ങനെ ജനാധിപത്യ വിരുദ്ധമാവുക? അതെനിക്ക് മനസ്സിലാവുന്നില്ല. കുട്ടികളിൽ വിനയങ്ങൾ ഉണ്ടാക്കുക. പാദ നമസ്കാരം പോലും അല്ലല്ലോ ശ്രീ ആർ വി ബാബു. പാദം കഴുകി പൂവിട്ട് പൂജിക്കുക എന്ന് പറയുമ്പോൾ അത് പാദപൂജ എന്ന് തന്നെയാണ് അതിനെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ആ തരത്തിലേക്കൊക്കെയാണോ നമ്മൾ വിനയം പഠിപ്പിക്കേണ്ടതും? നിങ്ങൾ ഈ പറയുന്ന ബ്രാഹ്മണരുടെയാണോ കഴിയേ?
ആരുടെ കഴുകി? അല്ല, ഈ ബ്രാഹ്മണരെയാണോ തരത്തിലേക്കുള്ള കഴുകിയത്? സമ്പ്രദായമൊക്കെ നമ്മൾ അതല്ല, എവിടെയാണ് അവരുടെ കേട്ടിട്ടുള്ളത് ശ്രീ ആർ വി ഗുരുക്കന്മാരായിട്ട് ബാബു? കാണപ്പെടേണ്ടവരെ ഈ കാൽ കഴുകി പൂവിട്ട് പൂജിക്കുന്ന നിങ്ങൾ ആ സമ്പ്രദായം സമ്പ്രദായത്തും കേട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ കുറവാണ് അനുജ, നിങ്ങളുടെ കുറവാണത്. നിങ്ങൾ ആ സമ്പ്രദായം കേട്ടിട്ടില്ലെങ്കിൽ അത് ശരി, അത് നിങ്ങളുടെ എവിടെയൊക്കെയാണ് കുറവാണ്. നടക്കുന്നത്? താങ്കളൊന്ന് നമ്മുടെ ഈ പറഞ്ഞു തരൂ. നാടിന്റെ സംസ്കാരം ഇപ്പൊ ഇവിടെ ഭാരതത്തിലെമ്പാടും നടക്കുന്നുണ്ട്. നിങ്ങൾ ഭാരതത്തെ അറിയില്ല. നിങ്ങൾ ഈ കേരളം ഇട്ടാവട്ട കേരളത്തിലെ ചില ഒരു പ്രദേശത്തെ നോക്കിക്കൊണ്ട് മാത്രം മുഴുവൻ ഭാരതത്തെ വിലയിരുത്തുന്നതിന്റെ കേരളം കുഴപ്പമാണ്. ഭാരതത്തിന്റെ നിങ്ങൾക്ക് ഭാഗമല്ലേ ഭാരതം ശ്രീ ആർ വി എന്താണെന്ന് ബാബു? അറിയില്ല. ഭാരതത്തിന്റെ ജീവിതം എന്താണെന്ന് അറിയില്ല. അല്ല, കേരളത്തിലുണ്ടെന്ന് അതുകൊണ്ടല്ല കേരളത്തിൽ ഇത് നടക്കുന്നേ. കേരളത്തിലുണ്ടെന്ന് 10-40 വർഷമായി. ഇന്നിപ്പോ എന്താ വിവാദം പൊട്ടിപ്പുറപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 10-40 വർഷമായിട്ട് വിദ്യാനികേതൻ സ്കൂളുകൾ നടന്നു വരുന്ന കാര്യമാണ്. 10-40 വർഷമായിട്ട് നടന്നു വരുന്ന കാര്യമാണ്. ഇപ്പൊ എന്താണ് വിവാദം ഉണ്ടായത്? അപ്പൊ ഇതുകൊണ്ട് കേരളം ആർക്കും തീരെ എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. ഈ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നതെങ്കിൽ ഏത് SFI ആയാലും ഏത് KSU ആയാലും ഇവിടെ ഈ ഭരണഘടനയ്ക്ക് അനുസൃതമായി ഇതെല്ലാം നടത്താനും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. അത് തടയാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ല. അതിനെ ഞങ്ങൾ ഇതിൽ നമ്മളൊരു മതേതരത്വത്തെ കുറിച്ചും ഇപ്പോ ഭരണഘടനയെ കുറിച്ചൊക്കെ താങ്കൾ പറയുമ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ മതേതരത്വം എന്നൊക്കെ പറയുന്നത് ഊന്നി പറഞ്ഞുകൊണ്ടാണല്ലോ. അവിടെ കുട്ടികൾക്ക് നമ്മൾ പകർന്നു നൽകേണ്ട മൂല്യങ്ങളിൽ മതേതരത്വം എന്നൊക്കെയുള്ളത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒന്നാണ്. അവിടെയാണ് ഈ പാദം കഴുകി പൂവിട്ട് പൂജിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്. എല്ലാ മതങ്ങളിലുണ്ട് ഈ പാദം കഴുകുന്ന ഏർപ്പാട്. പാദം കഴുകി പൂവിട്ട് പൂജിക്കുന്ന ഏർപ്പാടുണ്ട്. ബന്ധപ്പെട്ട് ബിഷപ്പ് തന്നെ പാദം കഴുകുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? അതെ, പാദം കഴുകി ചുംബിക്കുന്ന ഏർപ്പാടില്ലേ ക്രൈസ്തവ മതത്തില്? പാദം കഴുകി ചുംബിക്കുന്ന ഏർപ്പാടില്ലേ? അതിന് കുറച്ച് വിനയം വേണം. മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള ആ ഒരു മനോഭാവം വേണം. അത് എൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നു എന്നൊക്കെയുള്ള തെറ്റായ വ്യാഖ്യാനമാണ്. ഞാൻ പറഞ്ഞു കേട്ട RVG മേനോൻ, നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന വലിയ ശാസ്ത്രജ്ഞൻ, എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്ന ആള്. അദ്ദേഹം നട്ടപ്പാറ വെയിലത്ത് വിമാനത്താവളത്തിൽ ഇറങ്ങിയ അന്നത്തെ ചിന്മയാനന്ദസ്വാമി ഒരു പരിപാടിക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നതാണ് അവർ എഞ്ചിനീയറിംഗ് കോളേജുകാർ. RVG മേനോൻ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്, നേരെ നമസ്കരിക്കുകയാണ്. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതാവായിരുന്നു. എന്തുകൊണ്ടാണെന്ന് പലരും വിദ്യാർത്ഥികൾ ചോദിച്ചു. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ച് പ്രായം ആവണം എന്ന് പറഞ്ഞു അദ്ദേഹം. അതാണ് നേരത്തെ താങ്കൾ അത് പറഞ്ഞു. ഇപ്പൊ വന്ദിക്കുന്നത് അല്ലെങ്കിൽ പാദം തൊട്ട് നമസ്കരിക്കുന്നത് എന്നൊക്കെയുള്ളത് വ്യക്തിപരമായ ചോയ്സ് ആണ്. അത് ഒരുപക്ഷെ അവർ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാകാം. അതവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഒരു വിദ്യാലയമാണ്. അവിടെ വിദ്യാലയത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു തരം അത് അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ തീരെ ഇപ്പൊ താങ്കൾ നേരത്തെ ചോദിക്കുന്നുണ്ടായിരുന്നു, കുട്ടികൾ ആരെങ്കിലും എതിർത്തുകൊണ്ട് രംഗത്തേക്ക് എത്തിയോ, കുട്ടികൾ ആരെങ്കിലും ഒക്കെ രംഗത്തേക്ക് എത്തിയോ എതിർത്തുകൊണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. തീരെ ചെറിയ കുട്ടികളാണ്. അവർക്കിപ്പോ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തേക്ക് എത്താനൊക്കെ ഉള്ളൊരു വളർച്ചയോ അല്ലെങ്കിൽ അതിന് ആ ഒരു തരത്തിലേക്ക് അവർക്ക് അത് പറയാനുള്ളൊരു പ്രായമായിട്ടില്ലാത്ത കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നുണ്ടല്ലോ. ആ വളർച്ച എന്ന് പറഞ്ഞാൽ വിദ്യാനികേതൻ സ്കൂളിൽ +2 വരെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുണ്ട്. അതേപോലെ B.Ed കോഴ്സ് നടത്തുന്ന വിദ്യാനികേതൻ സ്കൂളുണ്ട്. അവിടെയൊക്കെ നടക്കുന്നുണ്ട്. എല്ലാം പ്രായമായ കുട്ടികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ആത്മാഭിമാനത്തിനുള്ള ക്ഷതമേറ്റതായിട്ട് അവർ കരുതുന്നേയില്ല. ഈ വിദ്യാനികേതൻ സ്കൂളുകൾ തുടങ്ങിയിട്ട് 10-40 വർഷമായി കേരളത്തിൽ. ഇന്ത്യയിലെമ്പാടും തുടങ്ങിയിട്ട് 10-15 വർഷമായി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അതിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അവരാരും ഞങ്ങളുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച സംഭവമാണെന്ന് പറഞ്ഞ് അവരാരും പരാതിപ്പെട്ടിട്ടില്ല. അത് കാരണം ഇത് നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. രക്ഷകർത്താക്കൾ, നിങ്ങൾ ഏത് രക്ഷകർത്താവിനും ചോദിച്ചു നോക്കൂ. അവരുടെ വീട്ടിൽ വന്ന് ഈ വിദ്യാനികേതനിൽ പോകുന്ന കുട്ടികൾ അച്ഛൻ്റെയും അമ്മയുടെയും കാല് തൊട്ട് വന്നിക്കുന്നു. നാളിതുവരെ ഇല്ലാത്ത ചില സ്വഭാവം കുട്ടികളിൽ വളർന്നു വരുന്നതായിട്ട് രക്ഷകർത്താക്കൾ അഭിമാനത്തോടെ പറയുന്നു. ഇതെല്ലാം കുട്ടികളിൽ ഒരു നല്ല സംസ്കാരം പകർന്നു കൊടുക്കുന്ന സംവിധാനങ്ങളാണ്. ഇതിനെയാണ് നിങ്ങൾ വിമർശിക്കുന്നത്. കുട്ടികൾക്ക് കയ്യിൽ ആയുധം കൊടുക്കുകയല്ല ചെയ്തത്. കുട്ടികളുടെ കയ്യിൽ കത്തിയും കഠാരയും കൊടുക്കുകയല്ല ചെയ്തത്. കുട്ടികൾക്ക് പ്രിൻസിപ്പാളിനെ പൂട്ടിയിട്ട് അസഭ്യം പഠിപ്പിക്കുകയല്ല ചെയ്തത്, പറയാൻ പഠിപ്പിക്കുകയല്ല ചെയ്തത്. കുട്ടികൾക്ക് പ്രിൻസിപ്പാളിന്റെ ശവകുടീരം തീർക്കാൻ അഭ്യസിപ്പിക്കുകയല്ല ചെയ്തത്. ശരി, ശ്രീ ബിപിൻ രാജ്, ഇപ്പോൾ ഈ അധ്യാപകർക്ക് റീത്ത് വയ്ക്കുകയും കുഴിമാടം തീർക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സംസ്കാരത്തിനേക്കാൾ എത്രയോ ഭേദമാണിത് എന്നതാണ് ചോദ്യം. അതിനുള്ള മറുപടി എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് പറഞ്ഞു വെക്കാനുള്ളത്, ഇവിടെ നേരത്തെ വിവിധ കാര്യങ്ങൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് സൂചിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഈ RSS വളർന്നു വന്ന പ്രദേശം പരിശോധിച്ചാൽ അതിന് പിന്നിൽ നമുക്ക് വർഗീയ കലാപത്തിൻ്റെ ചരിത്രം കാണാൻ വേണ്ടി സാധിക്കും.
ഗുജറാത്ത് കലാപത്തെക്കുറിച്ചൊന്നും നമ്മൾ മറന്നുപോയിട്ടില്ല. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പുതുതലമുറ പഠിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം അതിൻ്റെ ഭാഗമായി അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പാഠപുസ്തകത്തിൽ നിന്നുൾപ്പെടെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പഠിക്കേണ്ടതില്ല, ആ പാഠഭാഗം എടുത്തു മാറ്റപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തന്നെ ആ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും പഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് എടുത്തു മാറ്റപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചും ഉൾപ്പെടെ നമുക്ക് പരിശോധിച്ച ഒരുപാട് കാര്യങ്ങൾ, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇതേ രീതിയിൽ കേരളത്തിലേക്ക് വരുമ്പോൾ വർഗീയ കലാപത്തിലേക്ക് കേരളത്തെ നയിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല, അവർക്ക് അതിനെ കാണുന്നില്ല, ആ രീതിയിലൊരു സ്കോപ്പ് അവർക്ക് ലഭിക്കുന്നില്ല. ആ അവസരത്തിനകത്താണ് വിദ്യാഭ്യാസ മേഖല, കേരളത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇവരുടെ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇത് തുടർച്ച നമ്മൾ പരിശോധിക്കുക. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ വിവിധ സമരം, കഴിഞ്ഞ കാലങ്ങളിൽ SFIയും ഉൾപ്പെടെയുള്ള പുരോഗമന പ്രസ്ഥാനങ്ങളും ഉൾപ്പെടെ യുവജന സംഘടന ഉൾപ്പെടെ ഏറ്റെടുത്തോട് വരുന്ന രാജ്യത്താകമാനമായി എന്താണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖല തകർക്കാൻ വേണ്ട ശ്രമം കേരളത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വിധത്തിലും നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇനി കേരളത്തിനകത്ത് ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പിനകത്തും ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന കക്ഷിയെ അവർക്ക് വരാൻ വേണ്ടി സാധിക്കുന്നില്ല, വിജയിച്ച് വരാൻ വേണ്ടി സാധിക്കുന്നില്ല. കേരളത്തിനകത്ത് ജനങ്ങൾ അവർ അംഗീകരിക്കുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് ഇത് വിജയിക്കാത്ത സാഹചര്യത്തിനകത്താണ് ഈ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചാൻസലർ പദവി വഹിക്കുന്ന ഗവർണർ ഉപയോഗപ്പെടുത്തി ഉന്നത വിദ്യാഭ്യാസ മേഖല ഇവർ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ച നിര തന്നെയാണ് ഇപ്പോൾ ഈ സ്കൂളിനകത്തും ഈ രീതിയിലൊക്കെ വിഷയം വലിയ രീതിയിലേക്ക് വളർന്നു വരുന്ന. അല്ല, ഇതിപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങൾ ഇപ്പോൾ ഈയിടെ തുടങ്ങിയതല്ല എന്നതാണ് ശ്രീ RV ബാബു പറയുന്നത്. 40-40 വർഷമായി ഇതൊക്കെ ഈ സ്കൂളിൽ നടക്കുന്നുണ്ട്. ഗുരുപൂർണിമ ദിനത്തിൽ നമ്മൾ അറിയാതെ പോയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നാണ്. ശരിയാണ്, അത് പറഞ്ഞു വെച്ച പോലെ അദ്ദേഹം പറഞ്ഞു വെച്ച് തുടർച്ചയായി കടന്നു വരുന്നുണ്ട്. പക്ഷേ ഇതേ രീതിയിൽ നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ആ രീതിയിലേക്ക് ഈ ഫോട്ടോകൾ ഉൾപ്പെടെ പുറത്തു വരുന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടുള്ളത്. ഇതിനു മുമ്പ് പൂജകൾ ഇവർ സംഘടിപ്പിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ രീതിയിൽ പാദ പൂജ സംഘടിപ്പിക്കുന്നുണ്ടോ, പാദസേവ നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ള പൂജകളാണ് നടത്തിപ്പോയിട്ടുള്ളത്. ചില സ്കൂളിനകത്തുള്ള ഫോട്ടോകൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ 4 വർഷങ്ങൾക്ക് ഇതുവരെ സൂചിപ്പിച്ച പോലെ തന്നെ 4 വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലക്കകത്തും ഇതേപോലെ ഒരു വിഷയം, കാസർഗോഡ് ജില്ലയിലെ കുണ്ടംകുടിയിലെ ഒരു ഹരിശ്രീ വിദ്യാലയത്തിനകത്തും ഇതേ വിഷയം ഉയർന്നപ്പോൾ അതിൻ്റെ ഭാഗമായി വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും ആ രീതിയിലൊക്കെയുള്ള പ്രശ്നങ്ങൾ കടന്നു വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ആ വിഷയം അവിടെ നടന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന സമയത്തും ആ സാഹചര്യം അവിടെ ഉണ്ടോ, അത് മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇതിനുമായി സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിനകത്തെ കേരളം പോലുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം. പക്ഷേ എപ്പോഴും എന്റെ ചോദ്യത്തിനുള്ള മറുപടി താങ്കൾ നൽകിയില്ല. ചുരുങ്ങിയ മറുപടി, സമയം കുറവായതുകൊണ്ടാണ്. ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ പലപ്പോഴും അധ്യാപകർക്ക് റീത്ത് വയ്ക്കുകയും കുഴിമാടം ഒരുക്കുകയും ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സമൂഹത്തിൽ. അതിനേക്കാൾ എത്രയോ ഭേദമാണ് എന്നതാണ് ചോദ്യം. അത് ആ തരത്തിലെ വിഷയം വന്ന നമ്മൾ ഇതിൽ അതിനെ അംഗീകരിച്ചു പോയിട്ടില്ല. അധ്യാപകർ ആ രീതിയിലല്ല കാണേണ്ടത്. SFI ഒരു ഘട്ടത്തിനകത്ത് ആ വിഷയം നടന്ന സമയത്തും അതിനെ ന്യായീകരിക്കാനോ മുന്നോട്ട് വന്നിട്ടില്ല. അത്തരത്തിലെ കാര്യങ്ങൾ അധ്യാപകരോട് സ്വീകരിക്കേണ്ട സമീപനം അത് തന്നെയല്ല, അത് തന്നെയാണ് നമ്മൾ സ്വീകരിച്ചു പോയിട്ടുള്ളത്. അത് അതിനകത്ത് മറ്റു രീതിയിലൊക്കെയുള്ള അഭിപ്രായം മറ്റു കാര്യങ്ങളൊന്നുമില്ല. അത് പറയുന്ന സമയത്തും ഇതെന്ന് പറയുന്നത് പിഞ്ചുകുട്ടികളാണ്. പിഞ്ചുകുട്ടികൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളെ കൊണ്ടാണ്, വളർന്നു വരുന്ന പിഞ്ചുകുട്ടികളെ കൊണ്ടാണ് ഈ ഇതിലേക്ക് ഇവർ മാറുന്നത്. ഈ സ്കൂളുകൾ എന്ന് പറയുന്നത് ഇവർ സൂചിപ്പിച്ചു, ഈ RSS നിയന്ത്രണത്തിൽ സ്കൂളായിക്കോട്ടെ, ഏത് സംഘടനയുടെ നിയന്ത്രണ സ്കൂളായിക്കോട്ടെ, ആ സ്കൂളുകളിൽ വിദ്യാഭാരതി എന്ന് പറയുന്ന RSSന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള അഖില ഭാരതീയ ശിക്ഷാ സൻസദ്യൻ എന്നതിന്റെ ഭാഗമായിട്ടുള്ള ഭാരതീയ വിദ്യാ നികേതന്റെ കീഴിൽ സ്കൂളിലാണ് ഇത് നടന്നിട്ടുള്ളത്. അത് സ്ഥാപിക്കപ്പെട്ടത് RSSന്റെ ഐഡിയോളജി LKG UKG മുതൽ മുന്നോട്ട് ഓരോ ക്ലാസ്സിനകത്ത് പഠിപ്പിച്ചു വരാൻ വേണ്ടി തന്നെയാണ്. അതാണ് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഈ രീതിയിലേക്ക് അധ്യാപകരെ ഒന്നും ബഹുമാനിക്കാൻ SFIയെ സംബന്ധിച്ച് ഏത് കാര്യത്തിനകത്ത് ബഹുമാനിച്ചു പോകുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലെ തെറ്റായ വിഷയം ഏത് കേരളത്തിനകത്തോ മറ്റ് ക്യാമ്പസിനകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് ന്യായീകരിക്കാൻ SFI പോയിട്ടില്ല. പക്ഷെ ഇവിടുത്തെ പ്രതിനിധി എന്താ സൂചിപ്പിക്കുന്നത്, ഇവിടെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടല്ലേ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താ, കേരളത്തിനകത്ത് ഇനിയും ഇതേ രീതിയിൽ തന്നെ വരണം, കുട്ടികൾ പഠിച്ചു വരണം, കുട്ടികൾ ചെറുപ്പത്തിൽ പഠിച്ചു വരേണ്ടത് ഇതേ രീതിയിൽ പാദസേവ ചെയ്തുകൊണ്ടാണ്. അതാണ് കേരളത്തിനകത്ത് അംഗീകരിക്കേണ്ടത്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതനിരപേക്ഷ രാജ്യമാണ്, ഒരു ഭരണഘടനയുള്ള രാജ്യമാണ്. ആ രാജ്യത്തിനകത്ത് മതനിരപേക്ഷത തകർക്കാൻ വേണ്ടി നിങ്ങൾ ദൈനംദിനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഇത്തരത്തിലെ വിഷയങ്ങൾക്ക് സ്കൂളിനകത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ ഉൾപ്പെടെ കടന്നു വരുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. കേരളം എന്ന അതാണ് താങ്കളുടെ നിലപാട്. ശ്രീ അലോഷ്യസ് സേവ്യർ, ഇപ്പോ ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയം മുൻപ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത് ക്രിമിനൽ നടപടി ഉണ്ടാകും ഈ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കെതിരെ എന്നുള്ളതാണ്.
ഇത്തരക്കാർക്കെതിരെ ക്രിമിനൽ നടപടി ഉണ്ടാകുന്നത് ഞെട്ടിക്കുന്ന സംഭവമാണ് എന്നതുൾപ്പെടെ ആധുനിക കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ശ്രീ അലോഷ്യസ് സേവ്യർ, നിങ്ങൾ മുഖ്യമന്ത്രിക്ക് ഇത് പരാതി നൽകിയിട്ടുണ്ട്, ഒരു കാരണവശാലും ഇത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ കൈക്കൊണ്ടിട്ടുള്ള നടപടിയോട് നിങ്ങൾക്ക് യോജിപ്പാണോ? ഒപ്പം ഗവർണർ ഈ വിഷയത്തിൽ കൈക്കൊണ്ട നിലപാടിനോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ ഒക്കെ പ്രതികരണം വരുന്നുണ്ട്, അതിൽ KSUവിന്റെ കൂടി പ്രതികരണം ചുരുക്കി. ഗവർണർ ഈ വിഷയത്തിൽ പറഞ്ഞ നിലപാടെന്ന് പറയുന്നത് ശുദ്ധ തെമ്മാടിത്തരവും പോക്കിരിത്തരവുമാണ്. കേരളത്തിൽ അനാചാരങ്ങൾക്കെതിരെ പഠിക്കേണ്ടുന്ന സ്കൂളുകൾ, അല്ലെങ്കിൽ ദുരാചാരങ്ങൾക്കെതിരെ പഠിക്കേണ്ടുന്ന സ്കൂളുകൾ, തുല്യതയെക്കുറിച്ച് പഠിപ്പിക്കേണ്ടുന്ന സ്കൂളുകൾ, മതേതരത്വ മൂല്യങ്ങളെപ്പറ്റി പഠിപ്പിക്കേണ്ട സ്കൂളുകൾ, ശാസ്ത്രബോധത്തെപ്പറ്റി പഠിപ്പിക്കേണ്ട സ്കൂളുകളിൽ ഇത്തരത്തിൽ അടിമത്ത വ്യവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പഴയകാല ചിന്താഗതിയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ, കുരുന്നു മനസ്സുകളെ കൊണ്ടുപോകാൻ RSS എത്ര ശ്രമം നടത്തിയാലും അതിനെ ശക്തിയുക്തം KSU എതിർക്കുമെന്ന് പറയുകയാണ്. കേരളത്തിലെ സ്കൂളുകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും RSSന്റെ സിദ്ധാന്തങ്ങളെ പടർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ എഴുതിയ കത്തിൽ ഞങ്ങൾ സുവ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, RSSന്റെ സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിലെ പല സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സമഗ്രമായി അന്വേഷണം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതായത് ശ്രീ അലോഷ്യസ് സേവ്യർ, ഇപ്പോൾ ഇതിൽ സർക്കാർ എടുത്തിരിക്കുന്ന സമീപനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പൂർണ്ണ പിന്തുണയുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പേരിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം മാത്രമായി ഒതുങ്ങിപ്പോകരുത് എന്നതാണ് KSUവിൻ്റെ നിലപാട്. ശക്തമായ രീതിയിൽ ഇതിൽ അന്വേഷണം നടത്തണം. ഇതിൽ ഒരു രീതിയിലും RSSന്റെ അജണ്ടകളെ കേരളത്തിൻ്റെ സ്കൂളുകളിലൂടെ പടർന്ന് പന്തലിക്കാൻ നമുക്ക് അനുവദിച്ചുകൂടാ. ഒരു വലിയ വിഷവാതകം സ്പ്രെഡ് ചെയ്യുന്നതിന് തുല്യമാണ് RSSന്റെ അജണ്ടകളെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുന്നതിനെ നമ്മൾ ആദ്യമേ തന്നെ തടയിടണമെന്ന് KSU പറയുകയാണ്. അതിൽ അല്പം പോലും വെള്ളം ചേർക്കാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ തയ്യാറായി കഴിഞ്ഞാൽ അതിനെതിരെയും ഞങ്ങൾ പ്രതിഷേധിക്കും എന്ന് കൂടി പറയുകയാണ്. എന്തുവെന്ന് കഴിഞ്ഞാലും RSS അജണ്ടകളെ തുടച്ചു നീക്കണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ എന്നതാണ് KSUവിന്റെ നിലപാട്. ശരി, ഡോക്ടർ TS ശ്യാംകുമാർ, ഇതിൽ ആർക്കും എതിർപ്പില്ലാത്ത ഒരു കാര്യത്തിൽ ഇപ്പൊ ഇത് ചെയ്യുന്ന കുട്ടികൾക്ക് എതിർപ്പില്ല, രക്ഷിതാക്കൾക്ക് എതിർപ്പില്ല. ഞാൻ താങ്കളിലേക്ക് എത്താം. ആർക്കും എതിർപ്പില്ലാത്ത ഒരു കാര്യത്തെ നമ്മൾ എന്തിനാണ് എതിർക്കുന്നത്? ഇതൊരു നല്ല സന്ദേശം നൽകലാണ്, തെറ്റായ രീതിയിലൊന്നും അല്ലല്ലോ. ആയുധം കൊടുക്കലല്ല, ലഹരി കൊടുക്കലല്ല, കുഴിമാടം തീർക്കലല്ല, റീത്ത് വയ്ക്കലല്ല. എന്തിനാണ് ഇതിനെ എതിർക്കുന്നത്? ഇത് അധ്യാപകർ ആദരിക്കപ്പെടേണ്ടതാണ് എന്ന സന്ദേശം കുട്ടികളിലേക്ക് പകർന്നു നൽകുകയാണല്ലോ ചെയ്യുന്നത്. മറുപടി എന്താണ്? അധ്യാപകർ ആദരിക്കപ്പെടേണ്ടവരാണ് തീർച്ചയായിട്ടും. എല്ലാ മനുഷ്യരും ആദരിക്കപ്പെടേണ്ട, അധ്യാപകർക്ക് വിശേഷ പദവിയൊന്നുമില്ല. എല്ലാ മനുഷ്യരും ആദരിക്കപ്പെടേണ്ടവരാണ്. എനിക്ക് പക്ഷേ കുറച്ച് ചോദ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് എനിക്ക് ഉത്തരം നൽകാനുണ്ട്. ബിഷപ്പ് പാദം കഴുകി ചുംബിച്ചെന്ന് പറഞ്ഞല്ലോ. കേരളത്തിലെ എത്ര ബ്രാഹ്മണർ മറ്റുള്ളവരുടെ പാദം കഴുകി ചുംബിച്ചിട്ടുണ്ട്? അപ്പോൾ ബിഷപ്പുമാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, കേരളത്തിലെ ബ്രാഹ്മണർ എത്ര ആളുകളുടെ പാദം കഴുകി ചുംബിച്ച ചരിത്രം ഒന്ന് RV ബാബു ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അതുപോലെ ഈ വാചസനേയ സംഹിതയൊക്കെ ഉദ്ധരിച്ചിട്ടാണല്ലോ വേദത്തിന് എല്ലാവരും അധികാരികളാണെന്ന് പറഞ്ഞത്. പാഞ്ചജന പുരോഹിതാഹ എന്നുള്ള ശ്ലോകഭാഗമാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. ഈ പഞ്ചജനങ്ങളിൽ ഈ പറയുന്ന ചാതുർവർണ്ണയത്തിൽ പെട്ടവർ മാത്രമേ ഉള്ളൂ. ചാതുർവർണ്ണയത്തിന് പുറത്തുള്ള ആളുകളെ ഒന്നും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നുള്ളത് ശങ്കരാചാര്യരുടെ ഗ്രന്ഥങ്ങൾ തന്നെ വളരെ കൃത്യമായ സാക്ഷ്യം പറയുന്നുണ്ട്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് വ്യാസൻ ബ്രാഹ്മണനല്ലല്ലോ, വ്യാസൻ എന്ന് അല്ല ഞാൻ അല്ലല്ല RV ബാബു സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരുന്ന് കേൾക്കായിരുന്നു. താങ്കൾ എന്തുകൊണ്ടാണ് ഞാൻ പറയുമ്പോൾ ഇടപെടുന്നത്? ഞാൻ പറയുമ്പോൾ ഇടപെടുന്നത് എന്തിനുകൊണ്ടാണ്? വ്യാസൻ ബ്രാഹ്മണനല്ല, വ്യാസൻ വളരെ കൃത്യമായ ബ്രാഹ്മണനാണ്. പരാശരൻ എന്ന് പറയുന്ന ബ്രാഹ്മണന് അപ്സര സ്ത്രീയിലുണ്ടായ പുത്രനായ വ്യാസൻ എങ്ങനെയാണ് ബ്രാഹ്മണനല്ലാതാകുന്നത്? പച്ചക്കള്ളം. മഹാഭാരതത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് വ്യാസൻ ബ്രാഹ്മണനാണെന്ന്. അപ്പം ഈ വ്യാസൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സമയം കഴിഞ്ഞുവെങ്കിലും ശ്രീ RV ബാബു, ഇപ്പൊ വ്യാസൻ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഹിന്ദുക്കൾ ഒരുപക്ഷെ ആദരിക്കുന്നതോ പൂജിക്കുന്നതോ ഒക്കെ ആകാം. ഇപ്പൊ ഈ സ്കൂളുകളിലൊക്കെ മറ്റെന്തെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരും ഇതൊക്കെ ചെയ്യാൻ നിർബന്ധിതരല്ലേ? ചുരുങ്ങിയ മറുപടി. ആരും നിർബന്ധിച്ചത് ചെയ്തിട്ടില്ല. ഒരാൾ നിർബന്ധിച്ചു എന്ന് ഒരാൾക്ക് പരാതിയുമില്ല. ചെയ്യേണ്ടവർക്ക് ചെയ്യാം, ചെയ്യേണ്ടാത്തവർക്ക് മാറി നിൽക്കാം. അത് എല്ലാ സ്കൂളുകളിലും അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇവിടെ പഞ്ചജനങ്ങൾക്ക് ഇപ്പൊ അദ്ദേഹം ശൂദ്രന് വരെ ഉണ്ടെന്ന് സമ്മതിച്ചല്ലോ. ഇപ്പൊ പറയുന്നത് പഞ്ചജനങ്ങൾക്ക് ഇല്ല എന്നാണ്. പഞ്ചജനങ്ങളിൽ ആരാണ് പഞ്ചജനം എന്ന് പറഞ്ഞിട്ടുണ്ട്? പഞ്ചജനങ്ങളിൽ ബ്രാഹ്മണരും അഞ്ചു ജനങ്ങൾ അഗ്നിയെ ഭജിച്ചു.
ശരി, ഏതായാലും ഈ കാര്യത്തിലൊക്കെ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാവുകയാണ്. ഇത് കുട്ടികളുടെ അവകാശത്തെ ലംഘിക്കുന്നതാണ് എന്നത് ബാലാവകാശ കമ്മീഷൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ അവകാശങ്ങളുടെയൊക്കെ ലംഘനമാണ് എന്നതും ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുണ്ട്. സർക്കാർ കർക്കശമായ ക്രിമിനൽ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ബിപിൻ രാജ്, അലോഷ്യസ് സേവ്യർ, RV ബാബു, ഡോക്ടർ TS ശ്യാംകുമാർ. ന്യൂസ് ഈവനിംഗ് അവസാനിക്കുന്നു.